ഷബീർ ഉമർ വിവരണമായി ചേരുന്നു. ഷബീർ, ഈ ദുൽകിഫിൽ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ്. എന്താണ് ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്? ഭാഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലവിലെ നിലപാടിനെ അദ്ദേഹം വിമർശിക്കുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതി വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ് സ്ഥാനം, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന് നേരത്തെ ദുൽകിഫിൽ ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ VP ദുൽകിഫിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, ഇത്തരത്തിലൊരു FB പോസ്റ്റ് പങ്കുവെക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരെടുത്തുള്ള വിമർശനങ്ങളുണ്ട്. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഒപ്പം തന്നെ പ്രസ്ഥാനം കൂടെയുള്ളപ്പോൾ മാത്രമേ നേതാവുള്ളൂ, പ്രസ്ഥാനമില്ലെങ്കിൽ നേതാവില്ല എന്നതെല്ലാം പറഞ്ഞതിന് ശേഷം VP ദുൽകിഫിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത് കടുത്ത വഞ്ചനയാണ്. UDF അണികളിലുള്ള മാർക്സിസ്റ്റ് വിരോധം, സർക്കാരിനോടുള്ള വിരോധമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂഷണം ചെയ്തു എന്നാണ് VP ദുൽകിഫിൽ പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം ഈ സ്ഥാനമാനങ്ങളെല്ലാം തന്നെ രാജിവെക്കണം, MLA സ്ഥാനം അടക്കം രാജിവെക്കണം. അദ്ദേഹം എത്ര ഉന്നതനാണെങ്കിലും പാർട്ടിയുടെ നയനിലപാടുകൾ അംഗീകരിച്ച് മുന്നോട്ട് പോകണം. അദ്ദേഹം വിമർശനമായി ഉന്നയിക്കുന്നത് നേരത്തെ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം പാർട്ടി പരിപാടിയിൽ, പ്രത്യേകിച്ച് പാലക്കാടെല്ലാം തന്നെ സജീവമായി മുന്നോട്ട് പോയി. ഇതെല്ലാം തന്നെ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമാണ്, നീക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാണ് VP ദുൽകിഫിൽ വിമർശിക്കുന്നത്. എന്തായാലും കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം. പക്ഷേ അതിന് പാർട്ടിയെ കരുവാക്കരുത് എന്നാണ് VP ദുൽകിഫിൽ ഈ FB പോസ്റ്റിലൂടെ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, പാർട്ടിയെ വഞ്ചിച്ചു എന്ന വിമർശനമാണ്. ഒപ്പം തന്നെ MLA